സാർ, എഗ് ബ്യൂട്ടി വന്നിരിക്കുന്നു. എഗ് ബ്യൂട്ടി, ഒന്ന് വേഗം വരണേ സാർ. എന്താ ബേബി, സുഖാണോ? സുഖമില്ലെങ്കിൽ ഇങ്ങനെ ഇറങ്ങി നടക്കുമോ? സാറ് ജോലിയുടെ കാര്യം പറയാമെന്ന് പറഞ്ഞുകൊണ്ട് വന്നതാ. ഇവിടെ ജോലിക്കിപ്പോ 2 പേരുണ്ട്. എന്നാലും തൂക്കാനും തുടയ്ക്കാനും വെള്ളം കോരാനും തുണി നനയ്ക്കാനും ഒരാള് വേണ്ടേ സാർ? ബാപ്പാക്ക് തീരെ വയ്യ സാറേ. ഉമ്മയും കിടപ്പിലായി. വാതപ്പനിയാ. പെരുത്ത കഷ്ടപ്പാടാണ് സാറേ. മാസം എന്തെങ്കിലും തന്നാ മതി. കഷ്ടം, പരമകഷ്ടം. ചോദിച്ചില്ല. നിനക്ക് സഹോദരന്മാരാരുമില്ലേ? നിനക്ക് എന്ത് ശമ്പളം വേണം? അതൊക്കെ സാറിന്റെ ഇഷ്ടം പോലെ മതി. ഇവിടെ സ്ത്രീകളാരുമില്ലാത്ത വീടാണ്. അതിനെന്താ സാറേ, ആ ജോലിയെല്ലാം ഞാൻ ചെയ്തോളാം. അതല്ല, രാവിലെ വന്ന് ജോലി ചെയ്തിട്ട് സന്ധ്യയ്ക്ക് മുമ്പ് തിരിച്ചു പോകണം. ദിവസം 2 രൂപ ശമ്പളം തരും. സമ്മതിച്ചോ? ആ, ബാപ്പാക്കും ഉമ്മാക്കും മരുന്ന് മേടിച്ചു കൊടുക്കാമല്ലോ. വലിയ ഉപകാരം സാറേ. ഞാനേ ഉമ്മാനോട് പറഞ്ഞിട്ട് നാളെ രാവിലെ വരാം. വരട്ടെ. ശരി. ഈ പെണ്ണിന്റെ പെരുമാറ്റം പ്രത്യേകം ശ്രദ്ധിച്ചോണം. ശരി സാർ. പിന്നെ പ്രത്യേകം ഞാൻ ശ്രദ്ധിച്ചോളാം. ശ്രദ്ധിച്ചോളാം. വേണ്ട വേണ്ട, നീ ശ്രദ്ധിക്കണ്ട, ഞാൻ ശ്രദ്ധിച്ചോളാം. എന്താ ഇത്ര താമസിച്ചത്? നിന്നോടാണ് ചോദിച്ചത്, കേട്ടില്ലേ? എടി പെണ്ണെ, നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഈ കരച്ചിലും പിടിച്ചിലും എനിക്ക് ഇഷ്ടമല്ലെന്ന്. എന്തുണ്ടായെന്ന് പറ. ഒന്നുമില്ല. അവിടെ ആരെങ്കിലും വന്നോ? ഇല്ല. പിന്നെ ഇനിയും എത്ര നാൾ ഇങ്ങനെ കഴിയും? ഞാൻ പറയുന്നത് വരെ. ഇവിടെ തന്നെയോ? അതെ, ഇവിടെ തന്നെ. എന്തോ എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നുന്നു. ആ, തോന്നും. ജനിച്ചത് മുതൽ കൂട്ടിൽ അടഞ്ഞു കിടന്ന് പെട്ടെന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു ശ്വാസം മുട്ടൽ തോന്നും. ആ, കുടിക്കേ, കുടിക്കേ. എപ്പോഴും കളിയാ. ഞാൻ നോക്ക്, ഞാനൊരു കാര്യം തീർത്തു പറഞ്ഞേക്കാം. ഞാൻ പറയുന്നതനുസരിച്ച് എന്നോടൊപ്പം കഴിയാൻ പറ്റില്ലെങ്കിൽ നീ വിവരം പറ. നിന്നെ ഞാൻ നിന്റെ ആളുകളെ കൊണ്ട് വിട്ടേക്കാം. എന്താ? അയ്യോ വേണ്ട. എങ്കിൽ ഇനിമേൽ നിന്റെ കണ്ണുനീർ കാണാൻ ഇടയാകരുത്. ഡ്രൈവർ സാറേ, പാല് വേണോ? ആരാ? ആരായാലും എന്താ? ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുള്ളത് പോലെ. ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. പിടികിട്ടാൻ അല്പം പാടാ. പാല് വേണോ? പാലോ? എന്റെ ജീവിതത്തിൽ ഇന്നുവരെ അത് കുടിച്ചിട്ടില്ല. അത് കണ്ടാൽ അറിയാം. പക്ഷേ ഈ പാല് കുടിക്കും. ഇതാണ് ഞാൻ വിൽക്കുന്ന പാല്. ആ, ഇവിടെ വെച്ച് തരൂല്ല. അങ്ങ് വാ. എന്റെ വീട്ടിൽ. വീട് എവിടെയാ? ദേ, മേപ്പോട്ട് കയറി അങ്ങ് കിഴക്കോട്ട് വന്നാ അവിടെ ഒരു മാടക്കിട കാണും. അതിന്റെ അടുത്ത ഇടവഴി കൂടെ അങ്ങ് നേരെ വന്നാ മതി. വരുമോ? ഇപ്പോഴോ? ഞാൻ പിന്നെ അങ്ങ് വരാം. സന്ധ്യക്ക് വന്നാ മതി. ഞങ്ങളുടെ ഞാൻ പറയൂ. അറിയാം. പാല് വേണമെന്ന് ചോദിക്കാൻ ഞാനവിടെ പോയിരുന്നു. അവിടെ 2 പൊണ്ണന്മാരുണ്ട്. അമ്മമാരെ വലയിലൊന്നും വീഴരുത്. അത് ചേട്ടൻ പറയണോ? കണ്ടതിനൊന്നും കൊണ്ടുവന്ന് വിൽക്കാനുള്ള ചരക്കല്ലിത്. പേരെന്താ? കുട്ടി. വരണേ. തീർച്ചയായും.
2 for a chair, 2 for a chair. 842. Good morning, sir. Very bad morning for me. The official secret is up. The whole Murkatwara knows. How? എങ്ങനെ സംഭവിച്ചു? Sir, please listen to me. No. ഈ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നതിൽ നിങ്ങൾക്ക് എങ്ങനെയോ തെറ്റുപറ്റും? എങ്കിലും ആ കാട്ടുകള്ളൻ എന്റെ പിടിയിൽ അകപ്പെടാൻ പോവുകയാണ് സർ. അയാളുടെ ഫോട്ടോയുടെ നെഗറ്റീവാണ് ഞാൻ അങ്ങോട്ട് അയച്ചത്. അതിൽ അയാൾ മുഖം കൈകൊണ്ട് മറച്ചിരിക്കുകയാണല്ലോ. ഐ എം സോറി സർ. ഞാൻ വീണ്ടും ശ്രമിക്കുന്നുണ്ട്. അയാൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഈശ്വരപിള്ളയുടെ അനന്തരവനാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് കുറ്റം ചെയ്യാൻ പാടില്ലെന്നില്ല. സമൂഹത്തിലെ പല ഉന്നത വ്യക്തികളുടെയും പിന്നിൽ അക്രമത്തിന്റെയും അഴിമതിയുടെയും ചരിത്രം കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. യു ഷുഡ് ബി അലർട്ട് ആൻഡ് ഡബ്ലി കെയർഫുൾ. യെസ് സർ. ഇങ്ങി തരൂ, ഞാൻ കൂടി ആ പാട്ടൊന്ന് കേൾക്കട്ടെ. ഇത് നിനക്ക് കേൾക്കാനുള്ളതല്ല. എന്നിൽ നിന്ന് എന്തൊക്കെയോ മറയ്ക്കുന്നു. എന്നെ എന്തൊക്കെയോ സംശയിക്കുന്നു. അണ്ണാ വേഗം വാ, ദേ ഇറാഖിന്നോ ഇറാനിന്നോ ഒരുത്തനെ കൊണ്ടുവന്നിരിക്കുന്നു. ബോംബിന് പകരം ഇയാളെ തൂക്കി എറിഞ്ഞെന്നാ തോന്നുന്നു. എല്ലാം പൊടിഞ്ഞ് പപ്പടം പോലെ ആയിപ്പോയല്ലോ എന്റെ സുന്ദരേശ. സുന്ദരേശൻ അല്ലടാ ഇപ്പോ വികൃതേശൻ. പതുക്കെ എവിടെ നിന്ന് കിട്ടി? റോട്ടിൽ ബോധമില്ലാതെ കിടന്നിരുന്നത്. ശരി ശരി, നിങ്ങൾ പോ. അയ്യോ അയ്യോ. ഏയ്, എന്താ ഇത് 12 കോടിയാ. 12 കോടിയോ? ഓ, സ്പിരിറ്റ്, ഒന്നാം തരം സ്പിരിറ്റ്. മർദ്ദനം കാണിക്കുന്നു. സ്പിരിറ്റ് ഇല്ലടാ, കത്തിപ്പോവും. ആഹാ, ഇതൊന്ന് തെളിഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ ഇതെവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കായിരുന്നു. നല്ല സ്വയംഭം സാധനം. ശരിയാ, എടാ അകത്തോട്ട്. കാലന്റെ കാലം. എന്ത് അസംബന്ധമാണ് കാണിച്ചത്? അയാൾ മരിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? ഇല്ല, അയാൾ മരിച്ചില്ല. മരിച്ചില്ലെന്ന് എനിക്കറിയാം. പക്ഷെ എത്രയും തന്ത്രപൂർവ്വം ചെയ്യേണ്ട ഒരു കാര്യം ഇപ്പോൾ 4 പേർ അറിയാനിടയായില്ല. ഗോപിയും ചെല്ലപ്പനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയാളിൽ നിന്ന് ചില രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാനാണ് ഞാൻ നിന്നെ ഏർപ്പെടുത്തിയത്. അവർ ആസൂത്രണം ചെയ്തിരിക്കുന്ന എല്ലാ പരിപാടികളും ഇയാൾക്കറിയാം. അത് നമ്മൾ മനസ്സിലാക്കും. അയാൾ ഒന്നും വിട്ടു പറയുന്നില്ല. പറയാൻ സമയം കൊടുത്തിട്ട് വേണ്ടേ? അയാളെ കണ്ടു കഴിഞ്ഞപ്പോഴേ നീ സ്വയം പറഞ്ഞു. അയാൾ ആഭാസമായി എന്നോട് പെരുമാറാൻ തുടങ്ങിയതുകൊണ്ടാണ്. ചാരായം കുടിച്ച് തലയ്ക്ക് വെളിവില്ലാത്തവനിൽ നിന്ന് വേറെ എന്ത് പ്രതീക്ഷിക്കാൻ? ഇനി അങ്ങനെ ഉണ്ടാവാതെ സൂക്ഷിക്കാം. അതിന് ഇനി അയാൾ വന്നിട്ട് വേണ്ടേ? ഇല്ല, വരും. മദ്യപിച്ച് വീണതാണെന്നാണ് ബോധം വീണപ്പോൾ അയാൾ പറഞ്ഞത്. ഇനിയെങ്കിലും ബുദ്ധിപൂർവ്വം ആലോചിച്ച് പ്രവർത്തിക്കും. ഇത് 12 പറഞ്ഞ പോലെയാ. എന്നെ തള്ളടമാവാൻ ഞാൻ നന്നാവൂല. ഇനി നിന്നെ ശാസിക്കോ ഉപദേശിക്കോ ഒന്നും ചെയ്യില്ല. മടുത്തു. അത് ശരിയാ. പക്ഷെ ഒരു കാര്യം, ഇന്നു മുതൽ നീ നിന്റെ കാര്യം നോക്കണം. ശരി, എന്നാൽ എന്റെ വീട് എനിക്ക് തന്നേക്കണം. എന്തു പറഞ്ഞടാ? ദീപം വേണമെന്നോ? ഈ കാണുന്ന സ്വത്ത് മുഴുവൻ ഞാൻ രാപ്പകൽ അധ്വാനിച്ചുണ്ടാക്കിയതാ. ഉണ്ടാക്കിയത് എങ്ങനെയെങ്കിലും ആവട്ടെ, എന്റെ അമ്മാവന്റെ സ്വത്തിൽ എനിക്കുമുണ്ട് അവകാശം. ലോ പോയിന്റ്. അല്ല അമ്മാവ, എന്റെ ആവശ്യം. എനിക്ക് എന്റെ വീതം കിട്ടിയേ കഴിയും. എന്തെങ്കിലും ബിസിനസ് തുടങ്ങാമല്ലോ. രവി, നീ എന്താടാ വീതം ചോദിക്കുന്നത്? ഇത് മുഴുവൻ നിന്റെ അല്ലേ? എപ്പോഴാണെങ്കിലും നിനക്കെടുക്കാം. ഞാൻ എത്ര കാലം ആർക്കറിയാം. അമ്മാവ്, മാപ്പ്. ഇനി ഞാൻ ഒരിക്കലും അമ്മാവനെ വേദനിപ്പിക്കില്ല.